കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയ് ഒരു അധികാരത്തിലേക്ക് എത്തുന്ന പെർഫോമൻസിലേക്ക് വരില്ല എന്നാണ് വിചാരിച്ച ആളാണ് ഞാൻ. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഞാൻ വിചാരിച്ചതും ഞാൻ പറഞ്ഞതിന് അപ്പുറത്താണ് കാര്യങ്ങൾ സംഭവിച്ചത്. അവിടെയുള്ള മാധ്യമപ്രവർത്തകരോടും അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരോടും സുഹൃത്തുക്കളോടും ഒക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെയും പറഞ്ഞത് വിജയ്ക്ക് അങ്ങനെ ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അത് സെൻസ് ചെയ്യുന്നതിൽ എല്ലാവർക്കും, വിശകലന വിദഗ്ധർക്കും മാധ്യമപ്രവർത്തകർക്കും പല ആളുകൾക്കും തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഒരു ചേഞ്ച് ആളുകൾ ഒരു ചേഞ്ച് ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം. വലിയ ഇപ്പോൾ എന്താണ് CM സ്റ്റാലിൻ പോലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തോറ്റുപോയി. ആ മണ്ഡലത്തിലാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ വികസന പരിപാടികൾ 5 വർഷം കൊണ്ട് DMK നടപ്പിലാക്കിയത്. പക്ഷേ അവിടെ പോയി അദ്ദേഹം തോറ്റുപോകുന്ന നിലയുണ്ടായി. അപ്പോൾ അപ്രതീക്ഷിതമായിരുന്നു ആ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് താരരാഷ്ട്രീയത്തിൽ തമിഴ്നാട് എടുക്കുന്ന തീരുമാനം എന്താണ്, അവരുടെ മനസ്സിലുള്ളത് എന്താണ് എന്നത് നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, വിജയ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ താരമാണ്. ഒരു പക്ഷേ രജനീകാന്തിനേക്കാൾ വലിയ താരമായി അദ്ദേഹം മാറിയിട്ടുണ്ട്. രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഇന്ന് അദ്ദേഹത്തിന് ഈ സംഗതി സൃഷ്ടിക്കാൻ കഴിയില്ല. പക്ഷേ വിജയ് അങ്ങനെയല്ല. എല്ലാ വിഭാഗം ആളുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഒരേ സ്വഭാവമുള്ള പ്രമേയങ്ങൾ കൊണ്ട് ഒരു രക്ഷക പരിവേഷം ഉണ്ടാക്കുകയും അതിന് അദ്ദേഹം നല്ലപോലെ പണിയെടുക്കുകയും നല്ല പണിയെടുത്തുള്ള PR പരിപാടികളിലൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. അതാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ്. അത്രയും വലിയ താരങ്ങളല്ല ധനുഷോ അല്ലെങ്കിൽ വിശാലോ ഒന്നും. വിശാലിൻ്റെയൊക്കെ ഒരു പ്രൈം കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് വിജയ് ഉണ്ടാക്കിയതുപോലെ ഒരു ഇമ്പാക്റ്റ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇല്ലെന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, താരങ്ങളുടെ വരവ് എന്തുമാത്രം ഇനിയൊരു സാധ്യതയുണ്ടെന്നൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത് വിജയ് എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ വാഗ്ദത്തങ്ങളുമായി ചേർന്ന് പോകുന്നു എന്നത് പരിശോധിച്ച് വേണം. വിജയ് സിനിമയിൽ നിറങ്ങി വന്ന ഒരാളാണ്. സിനിമാറ്റിക് ആയിട്ടുള്ള ഭരണം അദ്ദേഹം നൽകുമെന്നാണ് പൊതുവെ അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നോക്കൂ, തമിഴ്നാട്ടിൽ വിജയ് ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ പോസ്റ്റർ ഇറങ്ങുന്നുണ്ട്. പല കാര്യങ്ങൾക്കും അദ്ദേഹം അതിഗംഭീരമായ തീരുമാനം എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാരെയൊക്കെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അതൊക്കെ വിജയ് തീരുമാനം പ്രഖ്യാപിച്ചു എന്ന മട്ടിൽ വ്യാപകമായിട്ടുള്ള സംഗതികൾ തെറ്റായി പ്രചരിക്കുന്നുണ്ട്. അത് കൂടുതൽ പ്രചരിക്കുന്നത് ഹിന്ദി ബെൽറ്റിലാണ്. നോക്കിയേ കാണാൻ പറ്റും. തമിഴ്നാട്ടിലൊരു പുതിയ CM വന്നിരിക്കുന്നു. അദ്ദേഹം ഗംഭീര തീരുമാനം, ഇന്ത്യൻ പീനൽ കോഡിനെ മറികടന്നിട്ടുള്ള തീരുമാനം എടുക്കുന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അത് വിജയ് എന്തോ സിനിമാറ്റിക്കായ സംഗതികൾ ചെയ്യും, തമിഴ്നാട്ടിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അദ്ദേഹം 2-2.25 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന മട്ടിലാണ് ആൾക്കാർ കാണുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും മീറ്റ് ചെയ്യാൻ വിജയെ കൊണ്ട് പറ്റുന്നില്ല. വിജയ് ഇപ്പോൾ നോക്കൂ, ഈ പറയുന്ന ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കകത്ത് വളരെ ലൗഡായിട്ടൊന്നും അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങളെ കാണാനുള്ള അദ്ദേഹത്തിന് മടി വലിയ വിമർശനകാരനായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല, മാധ്യമങ്ങളെ ഒഴിവാക്കി പോകുന്നുള്ള വിമർശനമുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വെൽഫെയർ സ്കീമുകളെല്ലാം ഒറ്റയടിക്ക് നടപ്പിലാക്കാനും പറ്റിയില്ല. അത്രയും സാമ്പത്തിക ഭാരം അതിനകത്തുണ്ട്. സോ ഒരു സിനിമക്കാരനായിട്ടുള്ള ഏറ്റവും വലിയ സിനിമക്കാരൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം വാഗ്ദാനങ്ങളെ മീറ്റ് ചെയ്യാൻ കഴിയുന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. അത് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് തോറും തമിഴരുടെ നിരാശ കൂടിക്കൊണ്ടിരിക്കും എന്നാണ് ഞാൻ പറയാം. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും, ഒന്ന് തമിഴ്നാട് ഉയർത്തിപ്പിടിക്കുന്ന പൊളിറ്റിക്സിനെ ഉയർത്തിപ്പിടിക്കണം, രണ്ടാമത് തമിഴ്നാട്ടിൻ്റെ ഖജനാവിനെ ഹെൽത്തിയാക്കി നിർത്തണം, മൂന്നാമത് ജനങ്ങൾക്ക് അതിൻ്റെ വെൽഫെയർ സ്കീമുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം അങ്ങനെ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ അദ്ദേഹത്തിൽ ജനങ്ങൾ വെച്ചിട്ടുള്ള പ്രതീക്ഷയെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നാലെ വരുന്ന സിനിമക്കാരെ അത് ബാധിക്കാവുന്നതാണ്. സിനിമയിൽ പറഞ്ഞ ഡയലോഗൊന്നും പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ നടക്കില്ല എന്ന് ആൾക്കാർ വിചാരിക്കുമല്ലോ. അതുകൊണ്ട് വിജയുടെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പിന്നാലെ വരുന്ന ആളുകൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ തന്നെ വിജയോളം വരുന്നവരാരും അവിടെ ഇല്ല. രജനീകാന്ത് പോലും അതിൽ താഴെയാണ്. അപ്പോൾ വിജയ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും അതിന് കൂടെയുള്ള ഈ പിന്നാലെ വരുന്ന ധനുഷിനോ അല്ലെങ്കിൽ വിശാലിനോ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ വിജയം വന്നത് തമിഴ്നാടിന് ഗുണപരമാകുമോ എന്നുള്ളത് വളരെ സംശയാസ്പദമായും ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള കാണുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമാണ് തമിഴ്നാട്ടിൽ വിജയ് കൊണ്ടുവന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വിജയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന DMKക്ക് ആളുകൾക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷേ DMK ഉയർത്തി നിർത്തുന്ന ഒരു പൊളിറ്റിക്സിനെ അതിനേക്കാൾ മേലെ പെർഫോം ചെയ്യാൻ വിജയ്ക്ക് കഴിയുമെന്ന് ഐ എം നോട്ട് ഷുവർ. അപ്പോൾ ഈ വരുന്ന ഗെയിമുകളൊക്കെ ആർക്ക് വേണ്ടിയാണ് എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അണ്ണാമലയോട് RSSൽ നിന്ന് വിട്ടിട്ട് പോയിട്ട് വേറെ എന്തൊരു പണിയെടുക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വേറൊരു പണി ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ സംഘപരിവാറിൻ്റെ മുറ്റത്തുനിന്ന് മാറി ഇങ്ങോട്ട് നിന്നിട്ട് വേറെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യാണ്. പ്രച്ഛന്ന വേഷധാരികളുടെ ഗെയിമുണ്ട്. സോ അതിനെ കൂടി തമിഴ്നാടിനെ നിരീക്ഷിക്കുന്നവരും കരുതിയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.